അവസരം മുതലാക്കി പാകിസ്ഥാനെ പിളർത്താൻ ബലൂചിസ്ഥാൻ രംഗത്ത്. ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ പാകിസ്ഥാൻ ആർമി ഏജന്റായ ബാബുൽ മുഹമ്മദ് ഹസ്നിയെ ബലൂചിസ്ഥാൻ ആർമി കൊലപ്പെടുത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ക്വറ്റയിലെ ബ്രൂവറി ബൈപ്പാസിൽ നടന്ന റിമോട്ട് കൺട്രോൾ ബോംബ് സ്ഫോടനത്തിൽ ഹസ്നി കൊല്ലപ്പെട്ടതായി നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാക് സർക്കാർ പിന്തുണയുള്ള ഡെത്ത് സ്ക്വാഡ് അംഗമാണ് ബാബുൽ മുഹമ്മദ് ഹസ്നി. ബാബുൽ മുഹമ്മദ് ഹസ്നിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു 4 പേരും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ ബാബുൽ ഹസ്നി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മറ്റ് 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം ബലൂചിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ വർഷങ്ങളായി BLA സായുധ പോരാട്ടം നടത്തിവരികയാണ്. കൂടാതെ സർക്കാർ പിന്തുണയുള്ള തീവ്രവാദികളെയാണ് അവർ പ്രധാന ശത്രുവായി കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പെടുമ്പോൾ തന്നെ പാകിസ്ഥാന് കിട്ടിയ ഇരട്ട പ്രഹരമായിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി തങ്ങളുടെ ഓപ്പറേഷൻ ഹെറോഫിന്റെ ഭാഗമായി 51 സ്ഥലങ്ങളിലായി പാക് സൈന്യത്തിനെതിരെ നടത്തിയ 71 ആക്രമണങ്ങൾ. ഓപ്പറേഷൻ ഹെറോഫിന്റെ അടുത്ത ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണിത് എന്നും ഈ ആക്രമണങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യോമ പ്രതിരോധ റഡാർ കേന്ദ്രങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ 8 വ്യോമ താവളങ്ങളെങ്കിലും ഇന്ത്യ തകർത്ത സമയത്തായിരുന്നു പാകിസ്ഥാനിൽ ഈ സംഭവ വികാസങ്ങളും നടന്നത്. സൈനിക ഏകോപനം, കരനിയന്ത്രണം, പ്രതിരോധ സ്ഥാനങ്ങൾ എന്നിവ പരീക്ഷിക്കുന്നതിനും ഭാവിയിലെ സംഘടിത യുദ്ധത്തിന് ഗ്രൂപ്പിന്റെ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള 71 ഓപ്പറേഷനുകളാണ് ഇതുവരെ നടത്തിയത് എന്ന് BLA വക്താവ് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2024 ഓഗസ്റ്റിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഓപ്പറേഷൻ ഹെറോഫ് ആരംഭിച്ചത്. ബലൂച്ച് സ്വയം നിർണയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും വലുതും ഏറ്റവും ഏകോപിതവുമായ സായുധ ക്യാമ്പയിനായാണ് വിശകലന വിദഗ്ധർ ഈ ഓപ്പറേഷനെ കണക്കാക്കിയത്. ഈ 71 ആക്രമണങ്ങളിലെയും ലക്ഷ്യങ്ങളിൽ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹങ്ങൾ, ചെക്ക് പോസ്റ്റുകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, ധാതു ഗതാഗത വാഹനങ്ങൾ, സർക്കാർ പിന്തുണയുള്ള സായുധ സംഘങ്ങളിലെ അംഗങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ ഭരണത്തിന് പുറമെ മേഖലയിലെ ചൈനീസ് സാന്നിധ്യത്തെയും ബലൂച്ച് ലിബറേഷൻ ആർമി എതിർത്തിട്ടുണ്ട്. പ്രവിശ്യയിലെ ചൈനക്കാർക്കെതിരെയും ഈ സംഘം ആക്രമണങ്ങൾ നടത്തുക പതിവാണ്. ചൈന പാകിസ്ഥാൻ ഇടനാഴിയായ CPEC-യിൽ ധാരാളം ചൈനീസ് പദ്ധതികൾ നടക്കുന്നതിനാൽ പ്രവിശ്യയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ബലൂച്ച് ആർമി വിലയിരുത്തുന്നു. ഇതിനെ എതിർക്കാനാണ് അവരുടെ ആക്രമണങ്ങൾ. ചൈനയുടെ സിൻജിയാങ് മേഖലയെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതി ഇരുകൂട്ടരും പദ്ധതിയിടുന്നുണ്ട്. ഇത് ഇവർ തമ്മിലുള്ള വ്യാപാരം, ഊർജ്ജം, ബന്ധം എന്നിവ മെച്ചപ്പെടുത്തും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമാണ് CPEC. ഇതിൽ ഹൈവേകൾ, റെയിൽവേകൾ, ഊർജ്ജ പ്ലാന്റുകൾ തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുന്നു. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും ഉയർത്തുന്നതിനൊപ്പം ഗതാഗത ചിലവ് കുറയ്ക്കാനും ചൈനയ്ക്കുള്ള വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും ഇതുവഴി സാധിക്കും. ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, അതുവഴി ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് സുഗമമാക്കുക എന്നിവയാണ് CPEC ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.